ഈ ഇരുമ്പും പുളി മിക്കവാറും താഴെ വീണ് ചീഞ്ഞു പോവാറാണുള്ളത്. ഇനി ഇതുകൊണ്ടൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് അരക്കപ്പ് തോരമ്പരിപ്പ് കുക്കറിലോട്ടിട്ട് 2 ചെറിയുള്ളിയും 2 കഷ്ണം വെളുത്തുള്ളിയും 2 പച്ചമുളകും വേവുന്നതിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്നങ്ങ് വേവിച്ചെടുക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് 12 ഇരുമ്പും പുളി 4ആയിട്ട് കീറിയെടുത്തിട്ടുണ്ട്. അതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് മുങ്ങിക്കിടക്കുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ച് അതും അങ്ങ് വേവിക്കാൻ വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും അരച്ചെടുക്കുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇരുമ്പും പുളി വെന്ത് കഴിയുമ്പോൾ ഇത് വെന്തങ്ങ് ഒരുപാട് ഉടഞ്ഞു പോകരുതേ. വെന്തിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പ് ചേർക്കുമ്പോൾ തവി കൊണ്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം ചേർക്കേണ്ടതായിരുന്നു, ഞാനത് ഓർത്തില്ല. പരിപ്പ് ഉടച്ചു കൊടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത് രണ്ടും കൂടി ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട. ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിൽ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിപ്പൊന്നും തോന്നാത്ത നല്ലൊരു കറിയാണ് കേട്ടോ ഇത്.